Okay, so surface area of the sphere x square plus y square plus z square equal to a square, that is above the xy plane. അപ്പോൾ സ്പിയർ മൊത്തം വരില്ല, അപ്പർ ഹാഫ് പ്ലെയിനിലെ സ്പിയറേ വരുള്ളൂ. ആൻഡ് വിത്തിൻ ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഒരു ഗ്രീൻ കളർ, സോറി ഗ്രീൻ അല്ല ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തേക്കുന്ന ആ റീജിയൻ ആണ് നമ്മുടെ സർഫസ് വരുന്നത് എന്നുള്ളത് മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ്. സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സ്പിയർ എബോവ് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഹെമിസ്ഫിയർ ആണ് വരുന്നത്. അത് ക്ലിയർ ആണല്ലോ. പിന്നെ വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്നാൽ ഒരു സിലിണ്ടർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഐഡിയ ക്ലിയർ ആണെങ്കിൽ ഇതിന്റെ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ആണ് ആ ഫിഗറിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് വന്നിരിക്കുന്ന സിലിണ്ടറിന്റെ ഉള്ളിലുള്ള സ്ഫിയറിന്റെ പോർഷൻ ആണ് നമുക്ക് സർഫസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ഏതിന്റെ പോർഷൻ ആയിരിക്കും? ഈ സ്ഫിയറിന്റെ പോർഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സ്ഫിയറിന്റെ പോർഷൻ ആണ് നമുക്ക് സർഫസ് ആയിട്ട് വരുന്നത്. അപ്പൊ സർഫസിന്റെ ഇക്വേഷനെ നമുക്ക് ഇസെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ ഇസെഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ആ രീതിയിലേക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? സർഫസിന്റെ ഇക്വേഷനെ ഇസെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് എഴുതാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന ഈ സ്ഫിയറിന്റെ പോർഷൻ ആണ് നമുക്ക് സർഫസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ഫിയറിന്റെ ഇക്വേഷനിൽ നിന്നും ഇസെഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഏത് ഫോർമുല എടുക്കാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എസ്, സർഫസ് ഏരിയ. ഈ ഡി എസ് എന്ന് പറയുന്നത് ഡി എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് എഫ് വൈയുടെ സ്ക്വയർ ഓൾ ഇൻറ്റു ഡി എ എന്ന് വരും. ഇപ്പൊ ഇവിടെ എഫ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് എഫ് എക്സ് മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നും എഫ് വൈനെ മൈനസ് വൈ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ അത് ഡെറിവേറ്റീവ് എഴുതി കണ്ടുപിടിച്ചേക്കുന്നതാണ്. ഞാൻ അതിന്റെ സ്റ്റെപ്പ് നിങ്ങൾ കാണിക്കാൻ നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? അതായത് ഡി എസ് എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് ഇപ്പൊ ഞാൻ അവിടുന്ന് പറയുമ്പോൾ വരുന്നത്. ഡി എസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഐ ഹോൾ സ്ക്വയർ. എഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ഇത് നമ്മൾ എൽസിഎം എടുത്ത് സിംപ്ലിഫൈ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എയും കൂടെ വരും. ഇൻറ്റു ഡി എ. സോ ഇതായിരിക്കും ഡി എസ് വരിക. ഓക്കെ, അപ്പോ നമ്മുടെ ഫോർമുലയിൽ ഇനി ഇവിടെ ഒരു 6 വരുന്നുണ്ട്. 6 എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. സർഫസ് ഏരിയയുടെ ഫോർമുല ഇതാണ്. സർഫസ് ഏരിയ ഈക്വൽ ടു ഇതാണ് ഫോർമുല. ഇതില് ഡി എസ് ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചു. ഈ ഡി എസ് കണ്ടുപിടിക്കുന്ന അടുത്ത കേസസ് ഞാൻ തൊട്ട് പറയാം. അപ്പൊ ഡി എസ് ഇവിടെ ഈ 6 പറഞ്ഞു. 6 എന്തായിരിക്കും എന്നാ പറഞ്ഞേ? നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഡി എസ് കൺസിഡർ ചെയ്യാനായിട്ട് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് ഇതിനെ എഴുതിയാണ് ചെയ്തിരിക്കുന്നത്.
സോ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആർ എന്ന് പറയുന്ന ഈ എക്സ് വൈ പ്ലെയിനിലേക്ക് നമ്മുടെ സർഫസിന്റെ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന റീജിയൻ അതാണ് ആർ വരുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലത്തില് എക്സ് വൈ പ്ലെയിനിലേക്ക് ഇതിന്റെ പ്രൊജക്ഷൻ എടുത്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഈ സർഫസിന്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിലേക്ക് എടുത്താൽ അവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ഏതായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്ന സർക്കിൾ ആയിരിക്കും. കാരണം എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ബി ലെസ് ദാൻ എ ആണ്. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഞാൻ മനസ്സിലായവരുടെ അത്രയും വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോവാണ്, നമുക്ക് കിട്ടുന്ന ആർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള സർക്കിളാണ്. ആ സർക്കിൾ എക്സ് വൈ പ്ലെയിനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ 0 0 സെന്റേഡ് ആയിട്ട് റേഡിയസ് ആർ ഉള്ള സർക്കിളാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വരുമ്പോ ഇത് ഞാനിവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, എ ഓഫ് എസിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ലിമിറ്റ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വരുന്നത് ഇങ്ങനെയായിരുന്നു, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എ എന്ന് വരും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഒരു കാര്യം ക്ലിയർ ആണ്, ഇതിനെ ഈ ആറിന്റെ ലിമിറ്റ് വരുമ്പോൾ നമ്മളിപ്പോ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഏത് വേണേലും എടുക്കാം. ഇപ്പൊ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് വരുന്ന സർക്കിളിൽ നിന്ന് സർക്കിളിലേക്കുള്ളതാണ്. അതുപോലെ ഇത് മൈനസ് ബി ടു ബി ആയിരിക്കും ലിമിറ്റ് വരിക. അപ്പൊ എന്തായാലും ഇതിന്റെ ഇന്റഗ്രേഷൻ കോംപ്ലിക്കേഷൻ വരും. ഇതിനെ നമുക്ക് പോളാർ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പോളാർ കോർഡിനേറ്റ് ആണെങ്കിൽ ഇതിന്റെ ലിമിറ്റ്സ് നിങ്ങളൊന്ന് പറയാമോ? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള കർവിനെ പോളാർ കർവായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ആർ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് വരും, അല്ലെങ്കിൽ ആർ ഈക്വൽ ടു ബി എന്ന് എഴുതാം. സോ ഇതിനെ പോളാറിലേക്ക് മാറ്റിയപ്പോ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറയാമോ? പോളാർ കർവായിട്ട് ഇതിനെ മാറ്റുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? a by root of a square minus r square into r dr d theta. ആറിന്റെ ലിമിറ്റ് എവിടം വരെ ആയിരിക്കും എന്ന് പറയുമ്പോൾ 0 to b ആയിരിക്കും. കംപ്ലീറ്റ് സർക്കിൾ വരുന്നുള്ളതുകൊണ്ട് തീറ്റയുടെ ലിമിറ്റ് 0 to 2π ആയിരിക്കും. ഞാൻ ഈ എഴുതിയത് മനസ്സിലായോ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓഫ് ഇതെന്നുള്ളതിന് ഈ മൈനസ് ഓഫ് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഇത് പ്ലസ് ആയിട്ട് എഴുതാം. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ മാറ്റിയേക്കുന്നത്. പോളാർ കർവിലേക്ക് മാറ്റിയാൽ ഡി എക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്ന് കൊടുക്കാം. വേറെ ഒന്നും മാറ്റിയിട്ടില്ല, ലിമിറ്റും കണ്ടുപിടിച്ചു. ഇത് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ സ്റ്റെപ്പ് വരിക. ഞാനിത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആർ ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ആർ ഇന്റഗ്രേഷൻ വരുമ്പോൾ നിങ്ങളോട് നോക്കിയാൽ മനസ്സിലാവും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. കാരണം ആറ് ഇവിടെ വരുന്നുണ്ട്, ന്യൂമറേറ്ററിലും വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിന്റെ ആൻസർ ഇവിടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ വരുന്നത് 2πa ഇൻറ്റു എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതായിരിക്കും ആ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു സർഫസ് ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യന്റെ റേഞ്ച് വരിക. അപ്പൊ ഇവിടെ ഈ ഇന്റഗ്രേഷൻ ലാസ്റ്റ് വരുന്നത് എങ്ങനെ വേണമെങ്കിലും വരാം. ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് പോളാറിലേക്ക് പോകേണ്ടതെന്ന് എല്ലാ ക്വസ്റ്റിനും പോളാറിലേക്ക് പോകേണ്ട വരുന്നൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങളോട് ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് സർഫസ് ഇന്റഗ്രലിന്റെ കേസ് നമുക്ക് പോകാനായിട്ട് പറ്റും. അതായത് ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഈ ഒരു കാര്യം നോക്കാം. സർഫസ് ഇന്റഗ്രൽ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ഷൻ എടുക്കുന്ന കേസാണ്. അത് എപ്പോഴാണ്? നമുക്ക് തന്നിരിക്കുന്ന സർഫസിനെ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു.
എന്നുള്ള ഐഡിയയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോമിലേക്ക് എഴുതാൻ പറ്റുമെങ്കിൽ. ഇനി നമുക്ക് തന്നിരിക്കുന്ന സർഫസിനെ y ഈക്വൽ ടു സം g ഓഫ് എക്സ് സെഡ് ഫോമിലേക്ക് ഇങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നതെങ്കിൽ y ഈക്വൽ ടു g ഓഫ് എക്സ് സെഡ് ഈ ഒരു ഫോമിലേക്കാണ് എഴുതാൻ സാധിക്കുന്നതെങ്കിൽ ആ കേസിൽ നമുക്ക് ds വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ds വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ്, ഞാൻ ഇവിടെ വേറെ എഴുതാം. ഞാൻ ആദ്യം പറഞ്ഞ കേസ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. If we can express z equal to f of xy as the equation of a surface, then ds can be considered in the form square root of 1 plus fx in the square plus fy in the square into dA. ഈ സിറ്റുവേഷനിൽ നമ്മൾ ആർ എന്ന് പറയുന്ന ഡബിൾ ഇന്റഗ്രലിന്റെ ലിമിറ്റ് കൺസിഡർ ചെയ്യേണ്ട റീജിയൻ ആർ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ് ഇൻടു എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലേക്കുള്ള സർഫസിന്റെ പ്രൊജക്ഷൻ ആയിരുന്നു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്കത് സർക്കിൾ ആണ് കിട്ടിയത്. പ്രൊജക്ഷൻ ഓഫ് എസ് ഇൻടു എക്സ് വൈ പ്ലെയിൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ y ഈക്വൽ ടു സം g ഓഫ് എക്സ് സെഡ് ഈ ഒരു ഫോമാറ്റിലാണ് എഴുതാൻ എളുപ്പമെങ്കിൽ, അതായത് നമ്മൾ എപ്പോഴും പ്രിഫറൻസ് ഇതിന് തന്നെയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ സർഫസ് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഇതിന് തന്നെ കൊടുക്കും. ഇനി ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ആണ് നമുക്ക് ചെയ്യാനായിട്ട്, ഇതാണ് നമുക്ക് എളുപ്പമെങ്കിൽ, y ഈക്വൽ ടു g ഓഫ് എക്സ് വൈ സെഡ് ഫോമിലേക്കാണ് എഴുതാൻ എളുപ്പമെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് ds ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ജി എക്സിന്റെ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഇസഡിന്റെ ഹോൾ സ്ക്വയർ ഇൻടു ഡി എ എന്ന് കൊടുക്കും. ഇപ്പൊ ഡി എ എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഡി എക്സ് ഡി ഇസഡ് അല്ലെങ്കിൽ ഡി ഇസഡ് ഡി എക്സ് എന്നുള്ള ഫോമാറ്റിലേക്കായിരിക്കും വരിക. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ആർ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കേണ്ട വരും? പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ് ഇൻടു എക്സ് ഇസഡ് പ്ലെയിൻ എടുക്കണം. അതുപോലെ എക്സ് ഈക്വൽ ടു സം എച്ച് ഓഫ് വൈ ഇസഡ് ഫോമിലേക്കാണ് ഇതിനെ എഴുതാൻ പറ്റുന്നതെങ്കിൽ ആ കേസിൽ ഡി എസ് എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എച്ച് വൈയുടെ സ്ക്വയർ പ്ലസ് എച്ച് ഇസഡിന്റെ സ്ക്വയർ ഡി എ എന്ന് വരും. ഈ കേസിൽ ആർ എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ് ഇൻടു വൈ ഇസഡ് പ്ലെയിൻ ആയിരിക്കും. ഈ പറഞ്ഞ 3 കേസുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സർഫസ് ഇന്റഗ്രൽ ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഇതിൽ ഫസ്റ്റ് കേസ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല. അതായത് സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്തത് സർഫസ് ഏരിയ ആയിരുന്നു. സർഫസ് ഇന്റഗ്രൽ ആണ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ കൂടെ ഒരു, ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യനകത്ത് പറയുമ്പോൾ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടാവും. ഇത് ഇങ്ങനെ നമുക്ക് ജി ഓഫ് എക്സ് വൈ സെഡ് ഇൻടു ഡി എസ് ഈ ഫോമാറ്റിലേക്ക് വരും. ഇത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ കേസിൽ, അതായത് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ഷൻ എടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇസഡിന് പകരം എഫ് ഓഫ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേസമയം വൈ സെഡ് പ്ലെയിനിലേക്കാണ് അല്ലെങ്കിൽ എക്സ് സെഡ് പ്ലെയിനിലേക്കാണ് ഉള്ളതെങ്കിൽ വൈക്ക് പകരം ആ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ഇൻ ടേംസ് ഓഫ്, ഇത്രേ ഉള്ളൂ സംഭവം. 2 വേരിയബിളിന്റെ ടേംസിൽ എഴുതുക. ഏത് വേരിയബിളിനെയാണോ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ ഏത് വേരിയബിളിന്റെ ടേമിലേക്കാണോ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് ഡി എസ് ചൂസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ എന്ന് ആലോചിക്കുക. 3 സിറ്റുവേഷൻ ആയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ്. ഇതാണ് അതിന്റെ ജനറൽ നൊട്ടേഷൻ വരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് കേസ് 1, ഇവിടെ നമുക്ക് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ സർഫസിനെ എഴുതാൻ പറ്റുമെങ്കിൽ സർഫസ് ഇന്റഗ്രൽ വരുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് വൈ ഇസഡിന് പകരം എഫ് ഓഫ് എക്സ് വൈ, അതായത് ഇസഡിനെ എലിമിനേറ്റ് ചെയ്യണമെന്ന്, ഇൻടു ഈ സിറ്റുവേഷനിൽ ഡി എസ് വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് എഫ് വൈയുടെ സ്ക്വയർ ഇൻടു ഡി എ എന്ന് വരും. അതുപോലെ സെക്കൻഡ് കേസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇസഡ് ഈക്വൽ ടു അല്ല, y ഈക്വൽ ടു സം ജി ഓഫ് എക്സ് ഇസഡ് ഈ ഫോമിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും വരേണ്ടത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ
ജി ഓഫ് എക്സ് ഇസെഡ് എന്ന് പറഞ്ഞാൽ വൈനെ എലിമിനേറ്റ് ചെയ്യണം ഇൻറ്റു ഡി എസ് വരുന്ന 1 പ്ലസ് ജി എക്സിന്റെ സ്ക്വയർ പ്ലസ് ജി ഇസെഡിന്റെ സ്ക്വയർ ഇൻറ്റു ഡി എ വരും. ഈ കേസിൽ ഈ ആർ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ് ഇൻറ്റു എക്സ് ഇസെഡ് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ കേസ് 3 ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഞാൻ ഇതിന്റെ പ്രോബ്ലങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇനി അടുത്തത് വരുന്നത് സ്റ്റോക്സ് തിയറത്തിലേക്കാണ് വരുന്നത്. അതായത് സർഫസ് ഇന്റഗ്രൽ സോറി, അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓറിയന്റേഷൻ ഓഫ് സർഫസ്, ഇത് വളരെ ഈസിയാണ്. നോൺ ഓറിയന്റബിൾ ആയിട്ടുള്ള സർഫസിന്റെ എക്സാമ്പിൾ അറിയാമോ? നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓറിയന്റഡ് സർഫസ്? നോൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സർഫസിന് എക്സാമ്പിൾ. എപ്പോഴും ഒരു സർഫസിനെ ഓറിയന്റബിൾ എന്ന് പറയുന്നത് ഓറിയന്റബിൾ അല്ലെങ്കിൽ ഓറിയന്റഡ് സർഫസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 2 മാർക്കിന്റെ സെഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഈസിയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്നോളൂ. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. എപ്പോഴാണ് ഒരു സർഫസിനെ ഓറിയന്റബിൾ എന്ന് പറയുന്നത്? സർഫസിന് ഇൻസൈഡ് ഔട്ട്സൈഡ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓറിയന്റബിൾ എന്ന് പറയാം. അകം പുറം എന്ന് പറയാൻ പറ്റുമെങ്കിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു സ്പെറിക്കൽ ബോൾ എടുക്കുക. ആ ബോളിന് അകവും പുറവും ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഒരു സിലിണ്ടർ ചൂസ് ചെയ്യുക, ഒരു സിലിണ്ടറിക്കൽ വെസൽ ചൂസ് ചെയ്യുക. അതിന് അകവും പുറവും പറയാൻ പറ്റില്ലേ? സോ അതൊക്കെ എന്താണ്? ഓറിയന്റബിൾ സർഫസസ് ആണ്. സോ എന്താണ് ഒരു ഓറിയന്റബിൾ സർഫസ്? എ സർഫസ് ഈസ് സെഡ് ടു ബി ഓറിയന്റബിൾ ഇഫ് there exists a continuous unit normal vector function defined at each point on the surface. അതാണ് ഡെഫിനേഷൻ പറയുന്നത്. ഞാൻ അവിടെ നിങ്ങളോട് പറഞ്ഞതിന്റെ സിമ്പിൾ മീനിങ് ആണ് പറഞ്ഞത്. നമുക്ക് എന്താ പറയുക, അകം പുറം എന്നുള്ള രീതിയിലേക്ക് അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ നോട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ നോട്ട് നോക്കിയിട്ട് ഓറിയന്റബിൾ സർഫസിന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഞാൻ നോട്ടിൽ നേരത്തെ തന്നിട്ടുണ്ട്. പിന്നെ ഓറിയന്റബിൾ അല്ലാത്ത സർഫസിന് എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊബിയസ് സ്ട്രിപ്പ് അല്ലെങ്കിൽ മൊബിയസ് ബാൻഡ്. പേര് കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ ജോമേഷ് സാർ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മൊബിയസ് ബാൻഡ് എങ്ങനെയുള്ളതാണ്. അത് നമ്മൾ എന്താ പറയാ, ഔട്ട്സൈഡ്, ഇപ്പൊ നമ്മള് അകം പുറമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്സൈഡിലൂടെ നടന്നാൽ എപ്പോഴും ഔട്ട്സൈഡ് തന്നെ നിൽക്കും. ബട്ട് എന്താ പറയാ, അകവും പുറവും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൂടെ നടന്ന് കുറെ കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഇൻസൈഡ് എത്തുന്ന ഒരു രീതിയിലേക്ക് വരും. ഞാൻ അതിലെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നോൺ ഓറിയന്റബിൾ ആയിട്ടുള്ള ഒരു സർഫസിന്റെ എക്സാമ്പിൾ ആണ് മൊബിയസ് സ്ട്രിപ്പ് അല്ലെങ്കിൽ മൊബിയസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എല്ലാവരും പഠിച്ചിരിക്കണം. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഒരു ഓറിയന്റബിൾ സർഫസ് ആണ് എങ്കിൽ ആ സർഫസിന് 2 ഡയറക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇൻസൈഡ് ഔട്ട്സൈഡ് എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഔട്ട്സൈഡ് വരുന്നതിനെ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് പുറത്തേക്ക് ഡിഫൈൻ ചെയ്യുന്ന, അതായത് സർഫസിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമുക്ക് അതിനെ ഔട്ട്വേർഡ് യൂണിറ്റ് വെക്ടറും, അതിന്റെ ഇൻസൈഡിലേക്ക് ആണെങ്കിൽ അതിന് നമുക്ക് ഇൻസൈഡ് യൂണിറ്റ് വെക്ടറുമാണ്, ഇൻവേർഡ് യൂണിറ്റ് വെക്ടറുമാണ് വരുന്നത്. സോ അപ്വേർഡ് ഓറിയന്റേഷനും ഡൗൺവേർഡ് ഓറിയന്റേഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിലൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതും കൂടി നിങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞു ഔട്ട്വേർഡ് ഇൻവേർഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, എക്സാമ്പിൾ 4. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ള കണ്ടന്റ് ആണുള്ളത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സ്ഫിയർ തന്നേക്കുന്നു.
അതിന് രണ്ട് ഓറിയന്റേഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ദ സ്ഫിയർ x² plus y² plus z² equal to a². Give two orientations for this sphere. ഇവിടെ ഈ ഫിഗറിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഓറിയന്റേഷൻ. നിങ്ങൾ കണ്ടോ? സൈഡിൽ ഈ ഫിഗർ കണ്ടോ? ഒരു സ്ഫിയർ കണ്ടോ? സ്ഫിയറിന്റെ രണ്ട് ഓറിയന്റേഷൻസ് കണ്ടോ? ഒന്ന് അതിന്റെ ഔട്ട്വേർഡ് ഡയറക്ഷനിലുള്ള നോർമൽസ്, ഔട്ട്വേർഡ് ഓറിയന്റേഷൻ. മറ്റേത് അതിന്റെ എന്താ പറയുക, ഇൻസൈഡിലേക്കുള്ള യൂണിറ്റ് വെക്ടേഴ്സ്, അത് ഇൻവേർഡ് ഓറിയന്റേഷൻ. ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. Give two orientations for the sphere x² plus y² plus z² equal to a². ഇത് സ്ഫിയറിന് വരെ ഏത് വേണേലും ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഇതാണ്. Give two orientations for the sphere for the sphere x² plus y² plus z² equal to a². ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ സ്ഫിയറിന്റെ സർഫസ് ക്ലിയർ ആണല്ലോ. ഒരു സ്ഫിയറിന്റെ ഇക്വേഷൻ, സ്ഫിയർ അല്ല, ഒരു സർഫസിന്റെ ഇക്വേഷൻ f of xy z equal to 0 ആണ് ഒരു സർഫസിന്റെ ഇക്വേഷൻ എങ്കിൽ, ഈ സർഫസിലേക്കുള്ള ഒരു നോർമൽ വെക്ടർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമോ? നോർമൽ വെക്ടർ ടു ദ സർഫസ്. The equation of a surface is f of xyz equal to 0. നോർമൽ വെക്ടർ ടു ദ സർഫസ് ഏതാ? ഡെൽ എഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും കിട്ടുന്നത്? ഡെൽ എഫ് നോർമൽ വെക്ടർ അല്ലേ? ആണോ? നമ്മൾ പറഞ്ഞതാ f of xyz is equal to f of xyz equal to 0 എന്ന് പറയുന്നത് സർഫസിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഡെൽ എഫ് നോർമൽ വെക്ടർ ആയിരിക്കും. അതിന്റെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഡെൽ എഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതല്ലേ? കഴിഞ്ഞ ദിവസം റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സർഫസ്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഗീവ് ടു ഓറിയന്റേഷൻസ് ഫോർ ദിസ് സ്ഫിയർ ആണ് ഞാൻ പറഞ്ഞത്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ സ്ഫിയറിന്റെ ഇക്വേഷനെ ഈ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഫോമിലേക്ക് എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? x² plus y² plus z² minus a² എന്ന് എഴുതുക. Then del f എന്തായിരിക്കും? del f പറയാമോ? 2xi plus 2yj plus 2zk. നോം ഓഫ് ഡെൽ എഫ് കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്ടർ ആയിട്ട് പറയണം. ഓറിയന്റേഷൻ പറയുമ്പോൾ എന്തായിരിക്കും വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 4x² plus 4y² plus 4z² equal to square root of 4 into x² plus y² plus z² a². അപ്പൊ 4a² വരും. ഈക്വൽ ടു എന്ത് വരും? 2a. ക്ലിയർ ആണോ? നോം ഓഫ് ഡെൽ എഫ് 2a എന്ന് കിട്ടിയത് മനസ്സിലായോ? Therefore vector n equal to del f by norm of del f equal to del f കിട്ടിയിരുന്നത് 2xi ആണ്. 2xi plus 2yj plus 2zk by norm of del f എന്താ? 2a equal to എന്താന്ന് പറയാൻ പറ്റും? x by a I plus y by a j plus z by a k. ഇതെന്തായിരിക്കും? ഒരു നോർമൽ വെക്ടർ ആണ്. മറ്റൊരു നോർമൽ വെക്ടർ പറയാമോ? ഈ നോർമൽ വെക്ടർ ഏതായിരിക്കും എന്ന് പറയാമോ? പുറത്തേക്കുള്ളത്, ഔട്ട്സൈഡ് ഉള്ളതാണ്. ഇൻസൈഡിലേക്കുള്ള നോർമൽ വെക്ടർ കിട്ടണമെങ്കിൽ എന്തായിരിക്കും? മൈനസ് ഓഫ് ഇത് കൊടുത്താൽ മതി.
അതായത് നമ്മൾ നോം കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് ഓ മൈനസ് എന്നുള്ള രീതിയിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് വരുമ്പോൾ പ്ലസ് ഓ മൈനസ് എടുക്കാമല്ലോ. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള വെക്ടർ കിട്ടണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മൈനസ് എടുത്താൽ മതി. അപ്പൊ ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം therefore vector n1 equal to del f by norm of del f by norm of del f equal to x by a I plus y by a j plus z by a k gives the outward normal and vector n2 equal to minus del f by norm of del f equal to എന്തായിരിക്കും വരിക? minus of x by a I plus y by a j plus z by a k gives ഇതേതാ? inward gives the normal. inward normal to the surface. Therefore vector n1 and vector n2 gives two orientations for the surface. ഇത് കിട്ടിയോ? ഇതെല്ലാവർക്കും ചെയ്യാൻ മേലെ? ഞാൻ ആദ്യം പറഞ്ഞ സർഫസ് ഇന്റഗ്രലിന്റെ അത്രയും കൺഫ്യൂസിങ് ആവില്ലല്ലോ. ഇതിപ്പോ സ്ഫിയർ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഏത് സർഫസ് ചോദിച്ചാലും ഇതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ. സർഫസിന്റെ ഇക്വേഷൻ f of xyz equal to 0 ആണ് എങ്കിൽ is the surface, then two orientations are given by vector n1 equal to del f by norm of del f and n2 equal to minus del f by norm of del f gives two orientations. ഇത് എല്ലാവർക്കും ചെയ്യാൻ മേലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ടുള്ള സംഭവം സ്റ്റോക്സ് തിയറമാണ്. സ്റ്റോക്സ് തിയറത്തിന്റെ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് അത് എന്താ പറയാ, നമുക്ക് സർഫസ് ഇന്റഗ്രലും ലൈൻ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റോക്സ് തിയറം, ഗ്രീൻസ് തിയറം, ഡൈവർജൻസ് തിയറം, 3 തിയറം ആണല്ലോ. 3ന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ സ്റ്റോക്സ് തിയറത്തിന്റെ, ഗ്രീൻസ് തിയറം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. ഇവിടെ വേണ്ടത് സ്റ്റോക്സ് തിയറം ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് സ്റ്റോക്സ് തിയറം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ equal to double integral over s curl f dot n ds. curl f അല്ലെങ്കിൽ del cross f curl f dot n ds ഇതാണ് വരുന്നത്. അപ്പോൾ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാ വേണ്ടേ? ഈ ലൈൻ ഇന്റഗ്രലും കണ്ടുപിടിക്കണം, സർഫസ് ഇന്റഗ്രലും കണ്ടുപിടിക്കണം. അതിൽ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് എ മിനിറ്റ്. ആരാണ്? ഹലോ ആരാണ്? സർഫസ് ഇന്റഗ്രലും കണ്ടുപിടിക്കണം, ലൈൻ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. എല്ലാ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഈ സ്റ്റോക്സ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല, കാരണം നമുക്ക് ടൈം ഒത്തിരി പറഞ്ഞു വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ അവസാന നിമിഷം ഞാനത് പറഞ്ഞ സമയം കളയുന്നില്ല. ബട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സർഫസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ലൈൻ ഇന്റഗ്രൽ, അപ്പോൾ സർഫസ് ഏതാണെന്നാൽ ആ സർഫസിന്റെ ബൗണ്ടറി ആയിട്ട് വരുന്നതാണ് ഈ സി വരുന്നത്.
അവിടെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, സ്റ്റോക്സ് തിയറം വെരിഫൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കേൾ എഫ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റിന്റെ അകത്ത് കേൾ എഫ് കണ്ടുപിടിക്കുക. പിന്നെ സർഫസിലേക്കുള്ള വെക്ടർ എൻ, ഈ വെക്ടർ എൻ എന്ന് പറയുന്ന ഔട്ട്വേർഡ് ഡയറക്ഷനിലുള്ള വെക്ടർ ആണ്. അപ്പൊ വെക്ടർ എൻ എന്ന് പറയുന്നതിന് നമുക്ക് ഡെൽ എഫ് ബൈ നോം ഓഫ് ഡെൽ എഫ് ആയിരിക്കും നോർമലി വരിക. സോറി, ഈ എഫ് അല്ല, സർഫസിന്റെ ഇക്വേഷനിൽ നിന്ന് എടുക്കണം. എഫ് നമുക്കിവിടെ വേറെ തന്നിട്ടുണ്ട്. എഫിന് പകരം സർഫസിന്റെ ഇക്വേഷൻ ഒരു ജിയോ വല്ലതും ആണെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. സർഫസിന്റെ ഇക്വേഷനിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് ഈ എഫ് അല്ല സർഫസിന്റെ ഇക്വേഷൻ, അത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇതൊരു വെക്ടർ ഫംഗ്ഷൻ ആണ്. സർഫസിന്റെ ഇക്വേഷൻ ഞാൻ പറയാണ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ജി ആണ് ഇവിടെ ഈ വെക്ടർ എൻ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു എഫ് ഡോട്ട് ഡി ആർ ഉണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിൽ വരുന്നത് സർഫസ് ഇന്റഗ്രൽ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്സ് തിയറം ഉപയോഗിക്കാനും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കേൾ എഫ് കണ്ടുപിടിക്കണം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അത് കേൾ എഫ് ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്ക് കിട്ടാനുള്ള സാധ്യത, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സ്റ്റോക്സ് തിയറത്തിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ വെക്ടർ എഫ് തന്നിട്ടുണ്ടെങ്കിൽ കേൾ എഫ് കണ്ടുപിടിക്കുക ഒന്നത്. 2, വെക്ടർ എൻ കണ്ടുപിടിക്കുക. വെക്ടർ എൻ കണ്ടുപിടിക്കാനായിട്ട് സർഫസിന്റെ ഇക്വേഷൻ ഇതാണ് തന്നേക്കുന്നതെങ്കിൽ ഈ സർഫസിന്റെ ഇക്വേഷനിലേക്കുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ വെക്ടർ എൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2 ഓറിയന്റേഷൻസ് ഉണ്ട്, ഇൻവേർഡും ഉണ്ട് ഔട്ട്വേർഡും ഉണ്ട്. ഈ സ്റ്റോക്സ് തിയറത്തിന്റെ അകത്ത് നമ്മൾ ഔട്ട്വേർഡ് നോർമൽ ആണ് എടുക്കേണ്ടത്, ഔട്ട്വേർഡ് ഓറിയന്റേഷൻ ആണ് എടുക്കേണ്ടത്. സോ ഡെൽ ജി ബൈ നോം ഓഫ് ഡെൽ ജി ആണ് എടുക്കേണ്ടത്. ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം ഈ കേൾ എഫ് ഡോട്ട് എൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ പകുതി മാർക്ക് കിട്ടും. പിന്നെ കേൾ എഫ് ഡോട്ട് എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് ഓഫ് ദ ഫോം സർഫസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് എത്തി. ഇതിന് ഇനി ഏത് പ്ലെയിനിലേക്കാണോ പ്രൊജക്ഷൻ എടുക്കാൻ പറ്റുന്ന അതനുസരിച്ച് പ്രൊജക്ഷൻ കൺസിഡർ ചെയ്ത് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ സ്റ്റോക്സ് തിയറത്തിനെ കുറിച്ച് അത്രേ പറയുന്നുള്ളൂ. എന്തെങ്കിലും അവിടെ വേറെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റോക്സ് തിയറം വരുന്നത് ഇതാണ്. ഇനി ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഡബിൾ ഇന്റഗ്രൽ പോലെ അത്രയും പ്രശ്നം വരില്ല ട്രിപ്പിൾ ഇന്റഗ്രൽ. ട്രിപ്പിൾ ഇന്റഗ്രൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഡബിൾ ഇന്റഗ്രൽ ചെയ്യാൻ അറിയാമെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ വാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾക്കറിയാം വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഏതാ വോളിയം ഈക്വൽ ടു, നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇസഡിന്റെ ലിമിറ്റ് എടുക്കണം, വൈയുടെ ലിമിറ്റ് എടുക്കണം, എക്സിന്റെ ലിമിറ്റ് എടുക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് പറയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ യൂസിങ് ട്രിപ്പിൾ ഇന്റഗ്രൽ വോളിയം കണ്ടുപിടിക്കാൻ ചോദിച്ചു എന്ന് വെക്കുക. എങ്ങനെ ചെയ്യണ്ടേ? ആദ്യം ഇതിനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ലിമിറ്റ് ഇസഡിന്റെ ലിമിറ്റ് എഴുതുന്നത്. ഇസഡിന്റെ ലിമിറ്റ് എങ്ങനെ എഴുതുന്നേ? ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇതിൽ എഴുതുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വൈ ആണെങ്കിൽ ഇസഡിന്റെ ലിമിറ്റ് എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷന്റെ അകത്ത് ഇസഡിനെ എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ ലിമിറ്റ് എഴുതേണ്ടത് y equal to minus root of a square minus x square to root of a square minus x square. പിന്നെ എക്സിനെ വൈക്ക് ലിമിറ്റ് എഴുതി കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് എ ടു എ, അത് ഇങ്ങനെ ഇവിടെ കൊടുത്ത് മൈനസ് എ ടു എ ഇന്റഗ്രൽ മൈനസ് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടു root of a square minus x square minus y square dz dy dx. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് പറഞ്ഞതാണ്. ഇതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞതാണ്.
നോർമലി ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻസ് മിക്കവാറും നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇതുണ്ടാവും, ലിമിറ്റ് തന്നേച്ചുള്ളതാണ് എങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിന്റെ ക്വസ്റ്റ്യനിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല. ലിമിറ്റ് തന്നേച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സ്പെറിക്കൽ സിലിണ്ടറിക്കൽ കാർട്ടീഷ്യൻ കൺവേർഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ പറയാൻ നേരമില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാമോ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് തന്നാൽ സിലിണ്ടറിക്കലിലേക്ക് മാറ്റുക, സ്പെറിക്കലിലേക്ക് മാറ്റുക, ആ കൺവേർഷൻ അറിയാമോ? അത് നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. കൺവേർഷൻ ഫ്രം അല്ലെങ്കിൽ കൺവേർഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് സെഷനിൽ വേണേലും ചോദിക്കാം. അതായത് 2 മാർക്കിന്റെ അകത്ത് കാർട്ടീഷ്യനെ തന്നിട്ട് സിലിണ്ടറിക്കലിലേക്ക് മാറ്റുക 2 മാർക്കിൽ ചോദിക്കാം. ഇനി കാർട്ടീഷ്യനിലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കലിലോ തന്നിട്ട് ബാക്കി എല്ലാത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെ 5 മാർക്കിലും വേണമെങ്കിൽ ചോദിക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് എന്റെ കൺവേർഷൻ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാർട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ XYZ, അതായത് ഇപ്പൊ നമ്മള് 2, 3, 5 എന്നൊക്കെ പറഞ്ഞു തരുന്നില്ലേ, ഇത് കാർട്ടീഷ്യൻ ആണ്. സിലിണ്ടറിക്കലിലേക്ക് വരുമ്പോ ഏതാ? R, θ, Z ആണ് സിലിണ്ടറിക്കല്. സ്പെറിക്കൽ ആണെങ്കിലോ ρ, φ, θ അല്ലേ? ഇതിന്റെ കൺവേർഷൻസ് ഒന്ന് പഠിക്കണേ. നിങ്ങൾ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ പിന്നെ എന്താ പറയാ ഗ്രൂപ്പിൽ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. കോമൺ ആയിട്ട് ഇപ്പൊ എടുക്കുന്നില്ല, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാണ്. പിന്നെ വേറെ വേഗം നോക്കിക്കോട്ടെ. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് അവിടുന്ന് ചോദിക്കാനുണ്ടെ ചോദിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുപോലെ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ. ഞാൻ എക്സസൈസ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തത് നിങ്ങൾ കണ്ടോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടുന്ന് കൂടുതലും എക്സ്പെക്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അത്രയും പ്രശ്നം വരാൻ സാധ്യതയില്ല. ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ഇവിടെ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവില്ല എന്ന് വിശ്വസിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടുന്ന് അത് ഇതുപോലെ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും അതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ സിലിണ്ടറിക്കൽ കാർട്ടീഷ്യൻ കൺവേർഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതൊന്ന് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അത് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഹെൽപ്പ് ചെയ്യാം. ഏതെങ്കിലും പ്രോബ്ലം ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഡൈവേർജൻസ് തിയറം ആണ് വരുന്നത്. ഡൈവേർജൻസ് തിയറത്തിന്റെ വരുമ്പോ സർഫസ് ഇന്റഗ്രലും ട്രിപ്പിൾ ഇന്റഗ്രലും കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എഫ് ഡോട്ട് ആൻഡ് ഡി എസും ഡൈവേർജൻസ് എഫും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്റ്റോക്സ് തിയറം ചോദിക്കുന്നു. സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം ആണെങ്കിൽ കേൾ എഫ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഡൈവേർജൻസ് തിയറത്തിന്റെ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ ഡൈവേർജൻസ് എഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ അകത്ത് കുറച്ച് മാർക്ക് നമുക്ക് കിട്ടും. നിങ്ങൾ ബാക്കി പഠിക്കുന്നവർ നന്നായിട്ട് നോക്കുക. ഞാനിപ്പോ ഇത്രയും ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാന് എന്താ പറയാ പിന്നെ ഇനി നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് വരുന്നത് എന്താ പറയാ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ആണ്. വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സെഷനാണ്. അതൊക്കെ കൂടുതൽ സമയം അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് പറയാവുന്ന നമുക്ക് ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ വരുന്നില്ലേ, അത് നിങ്ങൾക്ക് അറിയാമോ? ഈ ഓർഡർ ചേഞ്ചിങ്ങിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ജക്കോബിയൻ കണ്ടുപിടിക്കുക. ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഏതാണ്? അതേ കിടക്കുന്നു. ഈ ഡിറ്റർമിനന്റ് പറയുന്ന പേരാണ് ജക്കോബിയൻ. അറിയാമോ? ഇപ്പൊ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതുണ്ടോ, u ഈക്വൽ ടു h ഓഫ് എക്സ് വൈ, v ഈക്വൽ ടു k ഓഫ് എക്സ് വൈ ആണെങ്കിൽ അതിന്റെ ജക്കോബിയൻ വരുന്നത്
അതൊന്ന് അതെ ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഈ ക്വസ്റ്റ്യൻ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ അല്ല, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതും നിങ്ങളൊന്ന്. അപ്പൊ ഞാൻ നിങ്ങളോട് നോക്കാനായിട്ട് പറഞ്ഞേക്കുന്ന 1-2 കാര്യങ്ങള്, ഒന്ന് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ജക്കോബിയൻ കണ്ടുപിടിക്കുന്നത്, ഇന്റഗ്രേഷനിലേക്ക് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പഠിച്ചേക്കുന്നവർ നോക്കുക. ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ജക്കോബിയൻ കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ജക്കോബിയൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങള്. ഒന്ന്, ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എഴുതാണ്. എക്സ് ഈക്വൽ ടു യു വി, വൈ ഈക്വൽ ടു യു പ്ലസ് വി. ഇതിന്റെ ജക്കോബിയൻ കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ ഏത് വേണേലും വരാം. അപ്പം ജക്കോബിയന്റെ ഫോർമുല എഴുതി അത് കണ്ടുപിടിക്കുക. പിന്നെ ഡൈവേർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പഠിച്ചിരിക്കുക. തിയറം. പിന്നെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ ലിമിറ്റ് ഒക്കെ തന്നേക്കുകയാണെങ്കിൽ 0 to 1, x to 2, x plus y എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിമിറ്റ് തന്നേച്ച് ഇങ്ങനെയുള്ള ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ ഏതായിരുന്നു ഞാൻ പറഞ്ഞേ? വേറെ എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ? സ്റ്റോക്സ് തിയറത്തിന്റെ സെഷനിൽ നിന്ന് വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നാളെ വേറെ പ്രത്യേകിച്ച് ക്ലാസ് ഞാൻ എടുക്കില്ല. ലാസ്റ്റ്